നമ്മൾ ഇന്ന് നൈറ്റ് കത്തിക്കാൻ പോണത് കുറച്ച് മേശപ്പൂക്കളാണ്. സാമ്പല്ലി വൈറസിന്റെ ഒരു മേശപ്പൂ കത്തിക്കുന്നുണ്ട്, ഡീലക്സ് പൂ കത്തിക്കുന്നുണ്ട്. അതുപോലെ കാളീസിന്റെ ഡീലക്സ് പൂ കത്തിക്കുന്നുണ്ട്. അതുപോലെ രാജദൂരുടെ ഡീലക്സ് പൂ കത്തിക്കുന്നുണ്ട്. അതുപോലെ ഏഞ്ചൽ ഫൈറോസിന്റെ ഡീലക്സ് പൂ കത്തിക്കുന്നുണ്ട് നമ്മള്. അതുപോലെ കാളീസിന്റെ മോൺസ്റ്റാർ അമ്മാതിരി വലുപ്പമുള്ള പെട്ടിയാണ് ഇതിന്റെ. 10 പീസ് പറഞ്ഞ ഇതിൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത് കത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കൊക്കക്കോള പെപ്സി പോലെ ടിന്ന് ടൈപ്പിൽ വരുന്ന മേശപ്പൂ, അതിൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത് കത്തിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെയാണ് നമ്മൾ അയ്യൻസിന്റെ വലിയൊരു മേശപ്പൂം കത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കത്തിക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ മേശപ്പൂകളൊക്കെ കത്തിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കമ്പിത്തിരി കൊണ്ട് വേണം ഈ മേശപ്പൂ ഒക്കെ കത്തിക്കാൻ. കടലാസ് കൊണ്ടും പേപ്പർ കൊണ്ടൊന്നും കത്തിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കത്തിക്കണത് ഏഞ്ചൽ ഫയറേഴ്സിന്റെ ഡീലക്സ് പൂ ആണ്. ഇതാണ് ഏഞ്ചൽ ഫയറേഴ്സിന്റെ ഡീലക്സ് പൂ കേട്ടോ. അല്ലേ, അപ്പോൾ ഈ പെപ്സിയുടെ പുറത്തെ മേശപ്പൂ കത്തിക്കുമ്പോൾ ചെയ്യേണ്ടത് കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതിന് പൊട്ടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ മേശപ്പൂ കാണും കേട്ടോ. നമ്മൾ കമ്പിത്തിരി കൊണ്ട് ഈ തിരിക്കാണ് നമ്മൾ കത്തിക്കേണ്ടത്. ഏത് മേശപ്പൂ കത്തിക്കുമ്പോഴും നമ്മൾ കമ്പിത്തിരി കൊണ്ട് വേണം കത്തിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കല്ലേ. ആനപ്പൂ, ഇതാണ് ആനപ്പൂ കേട്ടോ. അപ്പോൾ നമ്മൾ 5 മേശപ്പൂ കത്തിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കത്തിക്കാൻ പോകുന്നത് ടിൻ ടൈപ്പ് വരുന്ന മേശപ്പൂ ആണ്. അപ്പോൾ അത് കത്തിച്ച് നോക്കി നോക്കാം.